ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ പച്ചരിയൊക്കെ പൊടിപ്പിച്ചിട്ടൊക്കെയല്ലേ പുട്ടുണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഈ ഒരു പുട്ട് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് റേഷൻ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന പുഴുങ്ങലരി വെച്ചിട്ടാണ്. ചാക്കേരി എന്നൊക്കെ പറയില്ല, ആ ഒരു അരി വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പുഴുങ്ങലരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 4-5 പ്രാവശ്യം കഴുകിയെടുക്കണം കേട്ടോ. പിന്നെ അത് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലോണം കഴുകിയെടുത്താൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പുട്ട് നല്ല വെള്ള കളറിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരി ഇതിവിടെ നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരി നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ രാത്രിയാണ് എടുക്കുന്നത്. ഇനി ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് പൊടിക്കാനായിട്ട് പോകുന്നത്. അതുവരെ ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുതിരണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് രാവിലെ എടുക്കുമ്പോൾ കാണാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു അരി നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു വെള്ളം നനവോട് കൂടിയിട്ട് വേണം നമ്മൾ ഈ ഒരു അരി പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചായിട്ട് പൊടിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ. പുട്ടിൻ്റെ പൊടിയൊക്കെ എങ്ങനെ അതുപോലെ വേണം കേട്ടോ നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്, ചെറിയൊരു തരിയോട് കൂടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറേ അധികം ഉപ്പൊന്നും ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല കേട്ടോ. കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് പൊടിച്ചിട്ട് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം പിന്നീട് ചേർത്താൽ മതി. പിന്നെ ഈ ഒരു വെള്ളം നനവോട് കൂടിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കാൻ പറയണത് പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നനച്ചെടുക്കുക. അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നനയ്ക്കൊന്നും ചെയ്യണ്ട. ഡയറക്റ്റായിട്ട് പൊടിച്ച ഉടനെ തന്നെ നമുക്ക് ഈ ഒരു പുട്ടുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് തരിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരി പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ല തൂവെള്ള നിറത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പുഴുങ്ങലരി കൊണ്ട് പൊടിച്ചിട്ടുള്ള പൊടിയാണെന്ന് പറയില്ല, നല്ല വെള്ള കളറിലുണ്ട്. നല്ല വൃത്തിയിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമ്മുടെ ഈ ഒരു പൊടി. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഓരോ തവണ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ട് വേണം കേട്ടോ ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ അരിയും ഞാൻ ഇതേപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ പുട്ടുകുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ ചേർക്കുക. പുട്ടൊക്കെ ഉണ്ടാക്കാം പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. അപ്പോൾ നമുക്ക് പുട്ടൊക്കെ പൊടിയും അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ചേർത്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാനൊക്കെ ഉള്ളൊരു പ്രചോദനം കൂടെ. അപ്പോൾ നമ്മുടെ പുട്ടുകുടത്തിൽ വെള്ളമൊക്കെ അവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തൂവെള്ള നിറത്തിലുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്